പോലീസ് ചമഞ്ഞ പണം തട്ടിയ കേസിലെ 3 പേർ പിടിയിൽ. 35 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു തട്ടിപ്പ്. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാം എന്ന് പറഞ്ഞാണ് സംഘം പണം കൈക്കലാക്കിയത്. പിന്നീട് പോലീസ് ചമഞ്ഞെത്തി പണവുമായി മുങ്ങി. വിവരം നൽകാൻ ദിസ്ന സുരേഷ് ചേർന്നു. ദിസ്ന, വിശദാംശങ്ങൾ. നിഖിൽ, വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു തട്ടിപ്പ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്നത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് പരാതിക്കാരൻ. 35 ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്ന് തട്ടിയെടുത്തത് എന്ന് തന്നെയാണ്. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന് പറഞ്ഞാണ് ഈ പ്രതിയായ വസീമ, തൊണ്ടിക്കോടൻ വസീമ, പുത്തൂർ മഠം അമ്പിലോളി പാറക്കോട് ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ ഗോശാലിക്കുന്ന് മുഹമ്മദ് റാഫി എന്നിവരാണ് പന്തരങ്കാവ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ വസീമാണ് ഈ പരാതിക്കാരനെ സമീപിക്കുന്നത്. തുടർന്ന് ഇവർ ഹൈലൈറ്റ് മാളിൽ എത്തുകയും ഈ പണം കൈമാറുന്നതിനിടയിൽ വസീമിന്റെ ഈ 2 സുഹൃത്തുക്കൾ തങ്ങൾ പോലീസാണെന്ന് പറഞ്ഞ് എത്തുകയായിരുന്നു. തുടർന്ന് ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കുകയും തുടർന്ന് ഈ പണവുമായി ഇവർ കടന്നു കളയുമായിരുന്നു. പിന്നീടാണ് ഈ പരാതിക്കാരന്, അതായത് ഈ പരാതിക്കാരനായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിക്ക് മനസ്സിലാക്കുന്നത് താൻ കബളിപ്പിക്കപ്പെട്ടോ, വസീമും കൂടി ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയായിരുന്നു. തുടർന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം നടന്നു വരികയായിരുന്നു. ഇപ്പോൾ പന്തരങ്കാവ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പന്തരങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ കെ ഷാജുവും ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറും സ്ക്വാഡും കൂടിയാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 35 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതും വളരെ വിദഗ്ധമായി പോലീസാണെന്ന് വരുത്തി തീർത്ത് ഈ പരാതിക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു നിഖിൽ. ശരി ദിസ്ന, പോലീസ് ചമഞ്ഞ പണം തട്ടിയ കേസിലെ 3 പേർ പിടിയിൽ. 35 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു തട്ടിപ്പ് നടന്ന. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാം എന്ന് പറഞ്ഞാണ് സംഘം പണം കൈക്കലാക്കിയത്. നൽകുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്. മറ്റു